നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് ആർട്ട് ഫോംസ് ഓഫ് കേരള. കേരളീയ കലാരൂപങ്ങൾ: മോഹിനിയാട്ടം, തെയ്യം, മുടിയേറ്റ്, ഭരതനാട്യം, പടയണി, യക്ഷഗാനം, ചവിട്ടുനാടകം, കൂത്ത്, കൂടിയാട്ടം, മാർഗംകളി, ഒപ്പന. കേരളത്തിൻ്റെ തനത് ലാസ്യ നൃത്ത രൂപമേത്? മോഹിനിയാട്ടം. ലാസ്യഭാവത്തിന് കൂടുതൽ ഊന്നൽ നൽകുന്ന നൃത്തരൂപമേത്? മോഹിനിയാട്ടം. രസം, ശൃംഗാരം. ദേവദാസി സമ്പ്രദായത്തിൽ നിന്ന് ഉടലെടുത്ത് പിന്നീട് ക്ലാസിക്കൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട നൃത്തരൂപമേത്? മോഹിനിയാട്ടം. മോഹിനിയാട്ടത്തെക്കുറിച്ച് ആദ്യമായി പരാമർശിച്ച മലയാള കവി ആരാണ്? കുഞ്ചൻ നമ്പ്യാർ. മോഹിനിയാട്ടത്തെക്കുറിച്ച് പരാമർശിക്കുന്ന കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കഥ ഏതാണ്? ഘോഷയാത്ര. തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങളിൽ മോഹിനിയാട്ടം നിരോധിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? റാണി പാർവതിഭായ്. മോഹിനിയാട്ടത്തിൻ്റെ പുനരുജ്ജീവനത്തിന് മുഖ്യ പങ്ക് വഹിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആര്? സ്വാതിരുന്നാൾ. മോഹിനിയാട്ടത്തിന് ഉപയോഗിക്കുന്നത് ഏത് സംഗീതമാണ്? കർണാടക സംഗീതം. മോഹിനിയാട്ട കച്ചേരിയിലെ ആദ്യത്തെ ഇനം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ചൊൽക്കെട്ട്. മോഹിനിയാട്ടത്തിന് തൊപ്പി മദ്ദളത്തിന് പകരമായി മൃദംഗം എന്ന വാദ്യോപകരണം നടപ്പിൽ വരുത്തിയത് ആരാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. മോഹിനിയാട്ടത്തിൻ്റെ മാതാവ് എന്ന് അറിയപ്പെടുന്നത് ആര്? കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ. മോഹിനിയാട്ടം ചരിത്രവും ആട്ടപ്രകാരവും എന്ന ഗ്രന്ഥം രചിച്ചതാര്? കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ. പ്രഥമ ഗുരു ഗോപിനാഥ് ദേശീയ നാട്യ പുരസ്കാരത്തിന് അർഹയായത് ആര്? ഡോക്ടർ കനക് റെലെ. പ്രശസ്ത മോഹിനിയാട്ടം നർത്തകി. മോഹിനിയാട്ടത്തിൻ്റെ സംഗീതം എന്താണ്? മണിപ്രവാള ഭാഷയിലെ ചൊല്ലുകൾ. മോഹിനിയാട്ടത്തിലെ 24 മുദ്രകളെക്കുറിച്ച് പരാമർശിക്കുന്ന ഗ്രന്ഥമേതാണ്? ഹസ്തലക്ഷണ ദീപിക. മോഹിനിയാട്ടത്തിൽ ആദ്യത്തെ MA നേടിയത് ആര്? ഡോക്ടർ സുനന്ദ നായർ. മോഹിനിയാട്ടത്തെക്കുറിച്ച് പരാമർശിക്കുന്ന പ്രശസ്ത കൃതികൾ ഏതെല്ലാം? വ്യവഹാരമാല മഴമംഗലം നാരായണൻ നമ്പൂതിരി. ഘോഷയാത്ര കുഞ്ചൻ നമ്പ്യാർ. കേരളത്തിൻ്റെ വടക്കൻ ജില്ലകൾ പ്രധാനമായും പ്രചാരത്തിലുള്ള കലാരൂപം ഏത്? തെയ്യം. ദേവത തന്നെ നേരിട്ട് വന്ന് നൃത്തം ചെയ്യുന്നു എന്ന സങ്കല്പത്തിൽ നടത്തുന്ന കേരളീയ കലാരൂപങ്ങൾ ഏതെല്ലാം? തെയ്യം, തിറ. പുരാതന കേരളത്തിൽ നിലനിന്നിരുന്ന കാളിയാട്ടം എന്ന കലാരൂപത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ കലാരൂപം ഏത്? തെയ്യം. തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? കണ്ണൂർ. തെയ്യത്തിൻ്റെ ആദ്യ ചടങ്ങുകൾ ഏതെല്ലാം? തുടങ്ങൽ, തോറ്റം, ബലി, നൃത്തം, ആയോധനം, വെള്ളാട്ടം. എല്ലാ ദിവസവും തെയ്യം അവതരിപ്പിക്കുന്ന കേരളത്തിലെ ക്ഷേത്രം ഏത്? പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രം. കാവുകളിലും സ്ഥാനങ്ങളിലും തറവാടുകളിലും തെയ്യവും തിറയും കെട്ടിയാടുന്നതിന് പറയുന്ന പേരെന്താണ്? കളിയാട്ടം. തെയ്യാട്ടത്തിൻ്റെ ആഹാര്യ ശൃംഗത്തിൻ്റെ പ്രധാന ഘടകം എന്താണ്? വലിപ്പമേറിയ മുടിക്കെട്ട്. കേരളത്തിലെ കാളിക്ഷേത്രങ്ങൾ കാണപ്പെടുന്ന അനുഷ്ഠാന കലാരൂപം ഏത്? മുടിയേറ്റ്. പ്രധാനമായും കേരളത്തിൽ നടന്നുവരുന്ന ഭദ്രകാളി പ്രീതിക്കായുള്ള അനുഷ്ഠാന കല ഏത്? മുടിയേറ്റ്. മുടിയേറ്റിൻ്റെ പ്രമേയം എന്താണ്? ഭദ്രകാളിയും ധാരകനും തമ്മിലുള്ള യുദ്ധം. കൂടിയാട്ടത്തിന് ശേഷം കേരളത്തിൽ നിന്നും രണ്ടാമതായി യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഇടം നേടിയ കലാരൂപം ഏത്? മുടിയേറ്റ്. കാളി, ധാരിക, പുരാവൃത്തം ഇതിവൃത്തമായുള്ള കലാരൂപം ഏത്? മുടിയേറ്റ്. മുടിയേറ്റിലുള്ള കഥാപാത്രങ്ങൾ ആരെല്ലാം? ഭദ്രകാളി, ധാരികൻ, ശിവൻ, നാരദൻ, ദാനവേന്ദ്രൻ, കോയിമ്പട നായർ, കൂളി. മുടിയേറ്റിലെ രംഗങ്ങളുടെ എണ്ണമെത്ര? 8. മുടിയേറ്റിൻ്റെ ആരംഭ രംഗമെന്താണ്? ശിവനാരദ സംവാദം. മുടിയേറ്റിൻ്റെ അവസാന രംഗമെന്താണ്? ധാരിക വധം. മുടിയേറ്റിന് സമാനമായ മധ്യ തിരുവിതാംകൂറിലെ കലാരൂപം ഏത്? മുടിയെടുപ്പ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ക്ലാസിക്കൽ നൃത്തരൂപം ഏത്? ഭരതനാട്യം. സാതിർ എന്ന് മുൻപ് അറിയപ്പെട്ടിരുന്ന നൃത്തരൂപത്തെ പുനരുജ്ജീവിപ്പിച്ച് ഭരതനാട്യം എന്ന പേര് നൽകിയതാര്? രുക്മിണി ദേവി അരുൺഡേൽ.
1936 ചെന്നൈയിൽ കലാക്ഷേത്രം സ്ഥാപിച്ചത് ആര്? രുക്മിണി ദേവി അരുണ്ടേൽ. ഭരതനാട്യം ഏത് സംസ്ഥാനത്തിൽ ഉത്ഭവിച്ച നൃത്തരൂപമാണ്? തമിഴ്നാട്. ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപമായി വിശേഷിപ്പിക്കാറുള്ളത് ഏതിനെയാണ്? ഭരതനാട്യം. ഭരതനാട്യത്തിൻ്റെ പഴയ പേര് എന്താണ്? ദാസിയാട്ടം. ക്ലാസിക്കൽ പദവി ലഭിച്ച തമിഴ്നാട്ടിലെ നൃത്തരൂപം ഏത്? ഭരതനാട്യം. ചിത്ര വിശ്വേശ്വരൻ ഏതുമായി ബന്ധപ്പെട്ട കലാകാരിയാണ്? ഭരതനാട്യം. ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന നൃത്തരൂപം ഏത്? ഭരതനാട്യം. യാമിനി കൃഷ്ണമൂർത്തി, രുക്മിണി ദേവി എന്നിവർ ഏത് നൃത്തരംഗത്താണ് പ്രവർത്തിച്ചത്? ഭരതനാട്യം. അഭിനയ ദർപ്പണം ഏത് കലാരൂപത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമാണ്? ഭരതനാട്യം. തമിഴ്നാട്ടിലെ ക്ലാസിക്കൽ നൃത്തരൂപം ഏത്? ഭരതനാട്യം. മധ്യ തിരുവിതാംകൂറിലെ ദേവീക്ഷേത്രങ്ങളിൽ നടക്കുന്ന അനുഷ്ഠാന കല ഏതാണ്? പടയണി. പടയണിയുടെ മറ്റൊരു പേരെന്താണ്? പടേനി. പടയണിയുടെ അർത്ഥമെന്താണ്? സൈന്യത്തിൻ്റെ നീണ്ട നിര. ചൂട്ട് കത്തിച്ച് അവതരിപ്പിക്കുന്നതിനാൽ പടയണിയെ പറയുന്ന പേരെന്ത്? ചൂട്ട് പടയണി. കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ പടയണി ഏത്? കടമ്മനിട്ട വലിയ പടയണി. മധ്യ തിരുവിതാംകൂറിലെ ദേവീക്ഷേത്രങ്ങളിൽ അരങ്ങേറുന്ന സംഘടിത കോലം തുള്ളൽ ഏതാണ്? പടയണി. പടയണിയുടെ ഐതിഹ്യം എന്താണ്? ദാരികനെ വധിച്ചിട്ടും കോപം തീരാതിരിക്കുന്ന കാളിയെ ശമിപ്പിക്കാൻ ശിവനിർദ്ദേശത്താൽ ഭൂതഗണങ്ങൾ കോലം കെട്ടി തുള്ളിയതിൻ്റെ സ്മരണ. ദാരുകനെ വധിക്കാൻ വേണ്ടി ശിവന്റെ 3-ാം തൃക്കണ്ണിൽ നിന്നും ജനിച്ച ദേവത ആര്? കാളി. പടയണിയുടെ ജന്മസ്ഥലം എവിടെയാണ്? കടമ്മനിട്ട, പത്തനംതിട്ട. പടയണി എന്ന അനുഷ്ഠാന കലയ്ക്ക് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യമേത്? തപ്പ്. പടയണിയുടെ പ്രോത്സാഹനത്തിന് വേണ്ടി പടയണി ഗ്രാമം എന്ന ആശയം മുന്നോട്ട് വെച്ച കലാകാരൻ ആര്? കടമ്മനിട്ട രാമകൃഷ്ണൻ. പടയണി പാട്ടിൻ്റെ താളക്രമങ്ങളെ അനുകരിച്ച് കവിതാ അവതരണം നടത്തിയ മലയാള കവി ആരാണ്? കടമ്മനിട്ട രാമകൃഷ്ണൻ. കേരളത്തിലെ ഏത് ജില്ലയിൽ പ്രചാരത്തിലുള്ള നാടൻ കലാരൂപമാണ് യക്ഷഗാനം? കാസർഗോഡ്. യക്ഷഗാനത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കർണാടക. ശിവരാമ കാരന്ത് ഏത് കലാരൂപത്തിൻ്റെ വളർച്ചയ്ക്കായാണ് ഗണ്യമായ സംഭാവനകൾ നൽകിയിട്ടുള്ളത്? യക്ഷഗാനം. ബയലാട്ടം എന്നു പേരുള്ള കലാരൂപം ഏതാണ്? യക്ഷഗാനം. സംഭാഷണത്തിന് പ്രാധാന്യമുള്ളതിനാൽ സംസാരിക്കുന്ന കഥകളി എന്നറിയപ്പെടുന്ന കല ഏത്? യക്ഷഗാനം. യക്ഷഗാനത്തിലെ പ്രധാന വാദ്യോപകരണങ്ങൾ ഏതെല്ലാം? ചെണ്ട, മദ്ദളം, ഇലത്താളം. രാമായണം, മഹാഭാരതം എന്നീ കൃതികളെ അവലംബമാക്കി അവതരിപ്പിക്കുന്ന കല ഏതാണ്? യക്ഷഗാനം. യക്ഷഗാനത്തിൻ്റെ പിതാവ് ആരാണ്? പാർത്തി സുബ്ബൻ. യക്ഷഗാനത്തെ പ്രചാരത്തിൽ കൊണ്ടുവന്ന കവിയാര്? ശിവരാമ കാരന്ത്. യക്ഷഗാനം ഏത് സംസ്ഥാനത്തിൻ്റെ കലാരൂപമാണ്? കർണാടക. കേരളത്തിൽ ക്രൈസ്തവരുടെ ഇടയിൽ പ്രചാരത്തിലുള്ള പ്രധാന കലാരൂപം ഏത്? ചവിട്ടുനാടകം. കേരളത്തിന് ചവിട്ടുനാടകം എന്ന കലാരൂപം പരിചയപ്പെടുത്തിയത് ആരാണ്? പോർച്ചുഗീസുകാർ. പടയാളികളുടെ വേഷങ്ങളിൽ അവതരിപ്പിക്കുന്ന കലാരൂപം ഏത്? ചവിട്ടുനാടകം. ആദ്യത്തെ ചവിട്ടുനാടകം ഏതാണ്? കാറൽമാൻ ചരിതം. തട്ടുപൊളിപ്പൻ എന്നു പേരുള്ള കലാരൂപം ഏത്? ചവിട്ടുനാടകം. പലകകൾ നിരത്തിയ അരങ്ങുകളിൽ അവതരിപ്പിക്കുന്നതിനാൽ ആകണം ഈ പേര് വന്നത്. ചവിട്ടുനാടകത്തിൻ്റെ കാലഘട്ടം ഏത്? 17-18 ശതകം. ചവിട്ടുനാടകത്തിൽ മുഖ്യമായി അവതരിപ്പിച്ചിരിക്കുന്ന കഥകൾ ഏതാണ്? ബൈബിൾ കഥകൾ. ഓപ്പറയോട് സാദൃശ്യമുള്ളതും കേരളത്തിൽ ലത്തീൻ കത്തോലിക്കർ പൈതൃക കലയായി കണക്കാക്കുന്നതുമായ കലാരൂപം ഏതാണ്? ചവിട്ടുനാടകം. കൂടിയാട്ടത്തിൻ്റെ ഒരു ഭാഗമായും കൂടിയാട്ടത്തിൽ നിന്ന് വേറിട്ടും ക്ഷേത്രങ്ങളിൽ അവതരിപ്പിക്കുന്ന കലാരൂപം ഏത്? കൂത്ത്. കൂത്തിനും കൂടിയാട്ടത്തിനും ഉപയോഗിക്കുന്ന സംഗീതോപകരണം ഏതാണ്? മിഴാവ്. കൂത്തിന് ചാക്യാർ കൊട്ടുന്ന വാദ്യമേത്? മിഴാവ്. ചാക്യാർ കൂത്തിലെ പക്കമേളമായ മിഴാവ് കൊട്ടുന്നത് ആര്? യഥാക്രമം നമ്പ്യാരും നങ്ങ്യാരും. അർത്ഥം, കാമം, മോക്ഷം എന്നീ പുരുഷാർത്ഥങ്ങളെക്കുറിച്ച് അറിവ് നൽകുന്നതിനാൽ ചാക്യാർ കൂത്തിന് ലഭിച്ച മറ്റൊരു പേരെന്ത്? പുരുഷാർത്ഥ കൂത്ത്. കൂത്ത് എന്ന കലാരൂപം പിന്തുടരുന്ന ശൈലി എന്താണ്? ഏകാംഗ അഭിനയ ശൈലി.
മാണി മാധവ ചാക്യാർ ഏത് കലയിലാണ് പ്രശസ്തി നേടിയത്? ചാക്യാർ കൂത്ത്. മത്തവിലാസം കൂത്ത് എന്ന ക്ഷേത്രകല മുടങ്ങാതെ നടക്കുന്ന കേരളത്തിലെ ക്ഷേത്രം ഏതാണ്? കരിവെള്ളൂർ ശിവക്ഷേത്രം. കൂത്ത് അവതരിപ്പിക്കുന്നത് എവിടെയാണ്? കൂത്ത് തറകൾ അഥവാ കൂത്തമ്പലത്തിൽ. കൂടിയാട്ടത്തിൽ സ്ത്രീവേഷങ്ങൾ കെട്ടുന്ന ചാക്യാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് പറയുന്ന പേരെന്താണ്? നങ്ങ്യാർ. നങ്ങ്യാർമാർ അവതരിപ്പിക്കുന്ന കൂത്ത് ഏത് പേരിൽ അറിയപ്പെടുന്നു? നങ്ങ്യാർ കൂത്ത്. നങ്ങ്യാർ കൊട്ടുന്ന വാദ്യം ഏതാണ്? കുഴിത്താളം. കൂത്തിനെ ലഘൂകരിച്ച ക്ഷേത്രകല ഏത്? പാഠകം. വാദ്യോപകരണങ്ങളുടെ അകമ്പടിയില്ലാതെ അവതരിപ്പിക്കുന്ന കലാരൂപം ഏതാണ്? പാഠകം. പാഠകം അവതരിപ്പിക്കുന്നത് ആരാണ്? നമ്പ്യാർ. കേരളത്തിൻ്റെ ലോക പ്രശസ്തമായ പ്രാചീന സംസ്കൃത നാടകാഭിനയ സമ്പ്രദായം ഏതാണ്? കൂടിയാട്ടം. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ആദ്യ ഭാരതീയ നൃത്തരൂപം ഏത്? കൂടിയാട്ടം. വർഷം 2001. മാനവ സമുദായത്തിൻ്റെ മഹത്തായ പാരമ്പര്യ കലയായി യുനെസ്കോ വിശേഷിപ്പിച്ച കലാരൂപം ഏതാണ്? കൂടിയാട്ടം. ഇന്ത്യയിൽ ഇന്ന് നിലവിലുള്ള അഭിനയ കലകൾ ഏറ്റവും പൗരാണികമായ കലാരൂപം ഏത്? കൂടിയാട്ടം. അഭിനയത്തിൻ്റെ അമ്മ എന്നും കലകളുടെ മുത്തശ്ശി എന്നും അറിയപ്പെടുന്ന കലാരൂപം ഏത്? കൂടിയാട്ടം. കൂടിയാട്ടത്തിൻ്റെ കുലപതി എന്നറിയപ്പെടുന്നത് ആര്? അമ്മന്നൂർ മാധവ ചാക്യാർ. കൂടിയാട്ടത്തിൻ്റെ പ്രധാന ചമയങ്ങൾ ഏതെല്ലാം? മുഖത്തെ തേപ്പ്, കിരീടം, കുപ്പായം, ഉടുത്തുകെട്ട്. കൂടിയാട്ടത്തെക്കുറിച്ചുള്ള ഗുരുമണി മാധവ ചാക്യാരുടെ കൃതിയേത്? നാട്യകൽപദ്രുമം. ഏറ്റവും പ്രാചീനമായ സംസ്കൃത നാടക രൂപങ്ങളിലൊന്നായ കൂടിയാട്ടം അവതരിപ്പിക്കുന്നതിന് വേണ്ടിവരുന്ന ദിവസങ്ങൾ എത്ര? 41 ദിവസം. മലയാളത്തിൽ സംസാരിക്കാൻ അവകാശമുള്ള കൂടിയാട്ടത്തിലെ ഏക കഥാപാത്രം ഏത്? വിദൂഷകൻ. കൂടിയാട്ടത്തിലെ സ്ത്രീവേഷങ്ങൾ ഏത് ഭാഷയിലാണ് സംസാരിക്കുന്നത്? പ്രാകൃതം. കൂടിയാട്ടം അവതരിപ്പിക്കുന്നത് ആര്? ചാക്യാർ. പുരുഷ കഥാപാത്രം നങ്ങ്യാർ. സ്ത്രീ കഥാപാത്രം. കൂടിയാട്ടം അവതരിപ്പിക്കുന്നതിന് ക്ഷേത്രവളപ്പിലെ അരങ്ങിന് പറയുന്ന പേരെന്താണ്? കൂത്തമ്പലം. വർഷം തോറും കൂടിയാട്ടം അവതരിപ്പിക്കുന്ന കേരളത്തിലെ ക്ഷേത്രങ്ങൾ ഏതെല്ലാം? കൂടൽ മാണിക്യ ക്ഷേത്രം ഇരിങ്ങാലക്കുട, വടക്കുംനാഥ ക്ഷേത്രം തൃശ്ശൂർ. കഥകളി, കൂടിയാട്ടം, നങ്ങ്യാർ കൂത്ത് തുടങ്ങിയവ പഠിക്കാനും ഉപരിപഠനത്തിനും സൗകര്യമുള്ള സ്ഥാപനം അറിയപ്പെടുന്ന പേരെന്ത്? മാർഗി. മാർഗിയുടെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരം. സെന്റ് തോമസിൻ്റെ കേരള സന്ദർശനം വിഷയമായിട്ടുള്ള ക്രൈസ്തവരുടെ കലാരൂപം ഏതാണ്? മാർഗംകളി. കേരളത്തിലെ സുറിയാനി ക്രൈസ്തവർക്കിടയിൽ പ്രചാരത്തിലുള്ള നൃത്തരൂപം ഏത്? മാർഗംകളി. മാർഗംകളിയുടെ വേഷം എന്താണ്? പരമ്പരാഗതമായ വെള്ളമുണ്ടും ചട്ടയും. കേരളത്തിൽ പ്രചാരമുള്ള കളരി സംസ്കാരവുമായി ബന്ധമുള്ള ഒരു കലാരൂപം ഏത്? പരിചമുട്ടുകളി. മുസ്ലിം സമുദായക്കാരുടെ ഇടയിൽ പ്രചാരമുള്ള അനുഷ്ഠാന കലാരൂപം എന്താണ്? ദഫ്മുട്ടുകളി. ദഫ് അഥവാ ദപ്പ് ഒരു വാദ്യോപകരണമാണ്. വിവാഹാവസരങ്ങളിൽ മലബാറിലെ മുസ്ലിങ്ങൾ അവതരിപ്പിക്കുന്ന നൃത്തരൂപം ഏതാണ്? ഒപ്പന. മലബാർ മാപ്പിള അതായത് മുസ്ലിം സംസ്കാരത്തിൻ്റെ സംഭാവനയായ കലാരൂപം ഏത്? ഒപ്പന. പരമ്പരാഗത മുസ്ലിം വിവാഹവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന നൃത്തരൂപം ഏത്? ഒപ്പന. ഏത് അറബി വാക്കിൽ നിന്നാണ് ഒപ്പന എന്ന പേരുണ്ടായത്? അബ്ന അതായത് അഫ്ന. മതവിഷയങ്ങളും ഇസ്ലാമിക ചരിത്ര സംഭവങ്ങളും ഇതിവൃത്തമാക്കി രചിക്കപ്പെടുന്ന പദ്യങ്ങൾ അറിയപ്പെടുന്നത് എന്തെന്നാണ്? ബൈത്തുകൾ. ബൈത്തുകൾ ചൊല്ലാൻ ഉപയോഗിക്കുന്ന ഒരു വാദ്യം ഏതാണ്? ദഫ്. മുസ്ലിം കലാരൂപമായ ബൈത്ത് ഏത് വിഭാഗത്തിൽ പെടുന്നു? ഗാനം. ദഫ്മുട്ടുകളി നടത്തിയിരുന്നത് ഏത് സമുദായക്കാരാണ്? മുസ്ലിം സമുദായം. പരിചകളി നടത്തിയിരുന്ന സമുദായം ഏത്? ഉത്തര കേരളത്തിലെ മാപ്പിളമാർ. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.